അല്ല, അതൊരു സാമാന്യ നീതിയുടെ ലംഘനമാണ്. ജനാധിപത്യപരമായി ഒരു സംവിധാനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ നഗരസഭയുടെ കെട്ടിടത്തിൽ MLA-യുടെ ഓഫീസും കൌൺസിലറുടെ ഓഫീസും കഴിഞ്ഞ 7 വർഷമായിട്ട് തുടരുകയാണ്. അപ്പോഴൊന്നും ഇല്ലാത്ത സൗകര്യക്കുറവ് ഇപ്പോഴും എങ്ങനെയാണ് വന്നത്? അപ്പൊ കഴിഞ്ഞ ദിവസം രാവിലെയാണ് കൌൺസിലർ എന്ന നിലയിൽ വിളിച്ചിട്ട് ആ ഓഫീസ് ഒഴിയണം, എന്റെ ഓഫീസിന് സൗകര്യക്കുറവാണ്, അതുകൊണ്ട് MLA ഒഴിഞ്ഞു തരണം എന്ന് പറയുകയാണ്. അപ്പൊ അത് മുകളിൽ നിന്നുള്ള എന്തെങ്കിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ വിളി വന്നത് എന്നുള്ള കാര്യം ഇനിയിപ്പോ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ജനാധിപത്യപരമായി ഇതൊരു ശരിയായ രീതിയല്ല. ഞാൻ മേയറായിരിക്കുന്ന അവസരത്തിലാണ് നഗരസഭയിലെ 100 വാർഡ് കൌൺസിലർമാർക്കും ഓഫീസ് അനുവദിക്കാനും ഫർണിച്ചറും മറ്റ് സംവിധാനങ്ങൾ അനുവദിക്കാനും ഒക്കെ തീരുമാനിച്ചത്. അപ്പോൾ നഗരസഭയുടെ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ സ്വകാര്യ കെട്ടിടങ്ങൾ വാടകയ്ക്കടക്കം എടുത്ത് പ്രവർത്തിപ്പിക്കാം. അപ്പൊ ഇങ്ങനെ എല്ലാ കൌൺസിലർമാരോടും, അത് LDF കൌൺസിലർമാർക്ക് മാത്രമല്ല 100 കൌൺസിലർമാർക്കും ആ സൗകര്യം കൊടുത്തതാണ്. അപ്പൊ ആ നിലയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഇപ്പൊ നിയമപരമായി മാർച്ച് വരെ ഞങ്ങൾക്ക് കാലാവധിയുണ്ട്, അതുവരെ ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനു മുമ്പ് ഒഴിപ്പിക്കൽ നടപടിയിലായിട്ട് മുന്നോട്ട് പോയാൽ നിയമപരമായി നേരിടും. ഇത് മുൻ DGP ഒക്കെ ആയിരുന്ന വ്യക്തിയാണ്, അപ്പോൾ നിയമപരമായിട്ട് കുറച്ച് അറിവൊക്കെ ഉണ്ടായിരിക്കും. അത് എങ്ങനെയായിരിക്കണം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇടപെടേണ്ടത് എന്നതിനെ കുറിച്ച് ധാരണയില്ലാത്തതിന്റെ പ്രശ്നമാണോ അതോ? അല്ല, അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടുന്നു, കക്ഷിയെ വിളിച്ച് ഒഴിയണമെന്ന് പറയുന്നത് പോലെ ഇടപെടുന്നതായിട്ടാണെന്ന് സംശയമുണ്ട്. പക്ഷെ ഞാനിപ്പോ അങ്ങനെ വിചാരിക്കുന്നില്ല. ഇത് ഏതെങ്കിലും പ്രേരണയാൽ മാഡം വിളിച്ച് ആവശ്യപ്പെട്ടതാവാനാണ് വഴി. പക്ഷെ അത് ആ ഒരു ചിന്ത ഇല്ലാതെ പോയതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. എന്തായാലും അത് ബന്ധപ്പെട്ട നഗരസഭാ അധികാരികളും മറ്റും ആലോചിക്കട്ടെ. എന്തെങ്കിലും നഗരസഭയ്ക്ക് ഇപ്പൊ മേയർക്ക് എന്തെങ്കിലും നോട്ടീസ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? കാരണം നിയമപരമായിട്ട് എന്തെങ്കിലും നീങ്ങാനുള്ള പോസിബിലിറ്റി ഇല്ല. ഇതിപ്പോ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇനി എന്തെങ്കിലും കോർപ്പറേഷൻ സെക്രട്ടറിയുടെ നോട്ടീസോ മറ്റോ കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് അപ്പോൾ ആലോചിക്കാം.